അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ചെറിയ അൽത്തുരുത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കട്ടെ. അതിന്റെ ഒരു തിക്കും തിരക്കും ഇപ്പൊ 2 ദിവസമായിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തുമ്പോണ്ടല്ലോ വീടിന്റെ ഉമ്മറത്ത് ആകെ കുറെ കൊറിയർ ബോക്സ് ആടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം എന്നാണ് ഞാനും തേജും കൂടി പ്ലാൻ ചെയ്യണത്. പിന്നെ അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മിഠായി ആട്ടോ, അവിടെ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെലവാടുന്നി. പിന്നെ ഞാനും തേജും കൂടിയിട്ട് ഇതെല്ലാതും അൺബോക്സ് ചെയ്യാൻ നിന്നു. മെയിൻ ആയിട്ട് നമ്മൾ തേജുവിന് സ്കൂളൊക്കെ ഓപ്പൺ ആവല്ലോ. അപ്പൊ അവന് വൈറ്റ് ക്രോക്സും അതുപോലെ തന്നെ ബ്ലൂ ക്രോക്സും ആട്ടോ സ്കൂളിലേക്ക് വേണ്ടത്. അപ്പൊ അത് ഞാൻ ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അവന് ഭയങ്കര ലൂസാട്ടോ. അപ്പൊ പിന്നെ അത് റിട്ടേൺ അയക്കേണ്ടി വരും. ഇനി അവനേക്ക് ഷോപ്പിൽ പോയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. സ്കൂളിൽ നിന്നാണെങ്കിൽ അവനുള്ള സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ കുഞ്ഞ് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആരുടെയിൽ കണ്ടിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം നമുക്ക് അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് വെക്കാൻ, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നീറ്റായിട്ട്. അപ്പൊ അങ്ങനെ 2 ബാഗ് കുഞ്ഞത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൊളാബറേഷന്റെ ഭാഗമായിട്ട് എനിക്ക് കുറെ ആന്റി ടേണിഷ് ജ്വല്ലറീസ് കിട്ടാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അതുപോലെ ഒരെണ്ണം ഓൺലൈനിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങി നോക്കിയിട്ട് അത് എങ്ങനെ ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ അതിൽ നിന്ന് കിട്ടണ പോലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സംഭവം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പണി നടക്കുന്നുണ്ട്. അപ്പൊ അവര് ഇതേ ലാഡർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ലാഡർ വാങ്ങാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു വീട്ടിലേക്ക് കേട്ടോ. ക്ലീൻ ആക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊത്തി പിടിച്ച് കയറിയിട്ടല്ല ഞാൻ ചെയ്യണത്. അപ്പൊ കുറെ നാളായിട്ട് ഇതൊരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കണു. അപ്പൊ ഇവരിത് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തായാലും കൈയോടൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാ വന്നിട്ട് വാങ്ങി. പിന്നെ നമ്മളിതേ ചായക്കടിയിട്ട് അവർക്ക് 4 മണിയാകുമ്പോൾ ചായ കൊടുക്കണമല്ലോ. അപ്പൊ അതിന് കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പാലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതേ വൈകുന്നേരത്തെ ചായപ്പണിയിലേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക പരിപ്പ് വട, കുഞ്ഞി പരിപ്പ് വടയില്ലേ അതും പിന്നെ പഴംപൊരിയും പിന്നെ പക്കുവട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. തേജുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞി പക്കുവട. അതാണ് ഈ കൈയിട്ട് വന്ന് എടുക്കാൻ നോക്കണത്. പിന്നെ പാൽ കാപ്പി ആട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കും ചായ കൊടുത്തു, നമ്മളും ഇതേ ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം നമ്മുടെ കൊറിയർ അയക്കാളത് സെറ്റ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ 10 പിള്ളേർക്കുള്ള ബാഗ്. അപ്പൊ അത് ഇതേ ഇന്ന് കൊറിയർ അയക്കും നമ്മൾ. ഇന്ന് മീൻസ് ഈ വീഡിയോ 2 ദിവസം മുന്നത്തെ കേട്ടോ. പിന്നെ അതിന്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു സാധനം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നെയിം സ്ലിപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ തേജപ്പന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്സ് ആണ്. അത് കുറേ വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ തേജ് പറയാമോ ഇതും കൂടി വെച്ചാലോ നമുക്ക് അതിലേന്ന്. അപ്പൊ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ നെയിം സ്ലിപ്പും കൂടി വെക്കുന്നുണ്ട് കേട്ടോ വിത്ത് നമ്മുടെ തേജുവിന്റെ ഫോട്ടോ. അങ്ങനെ ഏതേ ബാഗൊക്കെ ഓപ്പൺ ആക്കി എല്ലാതും അതായത് സാധനങ്ങൾ കേട്ടോ. നമ്മുടെ കൊട, പെൻസില്, അതുപോലെ എന്താ പറയുക പൗച്ച്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ നെയിം സ്ലിപ്പും കൂടിയിട്ട് എല്ലാതും ഇതേ പാക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെയ്റ്റ് കൊറിയർ അയക്കൂട്ടോ. അതപ്പോൾ ഒരു തിങ്കളാഴ്ച ആകുമ്പോഴേക്കും പരമാവധി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ലാഗാവുള്ള കാരണം എല്ലാവരുടെയും അഡ്രസ്സ് കിട്ടാൻ എനിക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചിലവരൊന്നും കോൺടാക്ട് ചെയ്തില്ല. അപ്പോൾ അടുത്ത ആൾക്കാരെ സെലക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും ലാഗായത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.